മണ്ണന്തല കൊലപാതകം സഹോദരിയെ കൊലപ്പെടുത്താനാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തതെന്ന് സഹോദരന്റെ മൊഴി. കൊലയ്ക്ക് കാരണം സഹോദരിയുടെ നിരന്തരമായ വീഡിയോ കോളെന്നും വീഡിയോ കോൾ മൂലമാണ് ഭർത്താവുമായി പിണങ്ങാൻ കാരണമെന്നും സഹോദരൻ. ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, മണ്ണന്തല സ്വദേശിയായിട്ടുള്ള ഷഹീനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നതും ആദ്യഘട്ട തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നതും. ഈ തെളിവെടുപ്പിനും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിലുമാണ് പ്രതി ഇക്കാര്യങ്ങൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. അതായത് കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷഹീനയുടെ സഹോദരൻ ഷംഷാദിന്റെ സുഹൃത്ത് വിശാഖും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ മണ്ണന്തലയിലുള്ള മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റ് എടുത്തത് എന്ന് പറയുന്നത് ഈ കൊലപാതകം സഹോദരിയെ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് മണ്ണന്തലയിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിനോട് ഈ പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം വീട്ടിൽ, അതായത് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് കൊലപാതകം ചെയ്യാൻ വേണ്ടി ആദ്യം ആലോചിച്ചില്ലെങ്കിലും പക്ഷേ അത് അയൽവാസികൾ അറിയും എന്നുള്ളത് കൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കുന്നത്. അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കുമ്പോൾ ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞാണ് ഈ സഹോദരിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യവും പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കൊലപാതകത്തിന് കാരണം എന്ന് പറയുന്നത് തൻ്റെ സഹോദരി ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു, നിരന്തരം വീഡിയോ കോളുകളിലായിരുന്നു. ഇതാണ് അവരുടെ ബന്ധത്തെ ബാധിച്ചത് എന്നുള്ള കാര്യം പലതവണ സഹോദരിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ സഹോദരി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതി പറയുന്നത്. തുടർന്ന് ഈ അപ്പാർട്ട്മെന്റിൽ എത്തിക്കുന്നു, മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ തലക്കടിച്ചുമാണ് ഈ കൊലപാതകം നടത്തിയത്. പക്ഷേ കൊലപാതകം നടത്തിയ ഘട്ടത്തിൽ ഈ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു, ഈ മൃതദേഹം ഇവിടെ നിന്നും എവിടെയെങ്കിലും മറവ് ചെയ്യണം എന്നുള്ള കാര്യം സുഹൃത്തിനോട് പറയുന്നു. അങ്ങനെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇവരുടെ മാതാപിതാക്കൾ, ഈ പ്രതിയുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതും ഈ വിവരങ്ങളൊക്കെ പുറത്തറിയുന്നതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ട ഈ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുക്കുന്നതടക്കമുള്ള നടപടികൾ നടക്കാനുണ്ട്. ഏതായാലും കൂടുതൽ തെളിവെടുപ്പ് വരും ദിവസങ്ങളിലുണ്ടാകും. ഇപ്പോഴേതായാലും കസ്റ്റഡിയിൽ വാങ്ങിയ ആദ്യഘട്ട തെളിവെടുപ്പാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരി ഷീജ.